കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന നാളുകളിലേക്ക്. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന അക്കരെ സന്നിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള സമയപരിധി നാളെ ജൂൺ 20 ഉച്ച ശീവേലിയോടെ അവസാനിക്കും. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യമുറങ്ങുന്ന മണ്ണിലേക്ക് ഇത്തവണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രകൃതിയും ഭക്തിയും കൈകോർക്കുന്ന അത്യപൂർവ അനുഭവ വേദിയായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. മെയ് 30 ആരംഭിച്ച ഉത്സവത്തിൽ സ്ത്രീകൾക്ക് അക്കരെ സന്നിധിയിൽ ദർശനം നടത്താനുള്ള പ്രവേശന സമയം നാളെ ജൂൺ 20 ഉച്ച ശീവേലിയോടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ പെരുമാളി തൊഴുത്തുമടക്കാൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ ജനസാഗരമാണ് ഇപ്പോൾ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഓരോ വർഷവും ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കാറുണ്ടെങ്കിലും ഇത്തവണ അത് പതിവിലും ഇരട്ടിയാണ്. കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയൊരു നിര തന്നെ ഇത്തവണ ദർശനത്തിന് എത്തിക്കൊണ്ടിരുന്നു. പുലർച്ചെ മുതൽ തന്നെ അക്കരെ കൊട്ടിയൂരിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ വൈകുന്നേരങ്ങളിൽ തിരക്ക് അല്പം കുറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ രാത്രി വൈകിയും വലിയ ജനത്തിരക്കും കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്കുമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. കർണാടകയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ പ്രസിദ്ധമായ മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, മടപ്പുര എന്നിവകളും ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മലബാറിലെ ഈ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം നിലവിൽ സമാനതകളില്ലാത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. ബാവലിപ്പുഴയുടെ കരയിൽ ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് 28 ദിവസങ്ങളിലായി നടക്കുന്ന വൈശാഖ മഹോത്സവം വടക്കൻ കേരളത്തിന് മാത്രമല്ല ദക്ഷിണേന്ത്യക്ക് തന്നെ ഒരു അതുല്യമായ അനുഭവമാണ്. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വാളെത്തിക്കുന്നതോടെ ആരംഭിക്കുന്ന നെയ്യാട്ടമാണ് ഈ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ആകർഷകമായ രോഹിണി ആരാധനയും തുടർന്ന് നടക്കുന്ന ഇളനീർ വയ്പും ഈ ഉത്സവത്തിന്റെ പ്രധാന ആചാരങ്ങളാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഇളനീരാട്ടത്തോടെയാണ് ഈ വർഷത്തെ മഹോത്സവത്തിന് കൊടിയിറങ്ങുക.